ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പഴം വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴം ഹലുവയെന്നോ അല്ലെങ്കിൽ പഴം വരട്ടിയതെന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ അതിന് നമ്മൾ 2 നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾക്കത് മിക്സിയിൽ അടിഞ്ഞ് കിട്ടിയില്ലായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ 2 പഴത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ശർക്കര വെള്ളത്തിൽ ഉരുക്കാൻ വേണ്ടി വെച്ചിരുന്നു. എന്നിട്ട് നമ്മളൊരു പാനിലോട്ട് എന്ത് ചെയ്തു, ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് കശുവണ്ടി നമ്മൾ എന്ത് ചെയ്താൽ അതൊന്ന് വറുത്ത് കോരി എടുത്തായിരുന്നു. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കശുവണ്ടിയാണ് ഉണ്ടായിരുന്നിരുന്നത്. അപ്പോൾ ആ പാത്രത്തിലോട്ട് തന്നെ നമ്മളൊരു സ്പൂൺ നെയ്യും കൂടിയും ചേർത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ പഴം അടിച്ചു വെച്ചത് ഒഴിച്ചു. ആ ഒഴിച്ചപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായിരുന്നത് അധികം കറക്റ്റായിട്ട് വരുമോ ഇല്ലേന്ന്. അപ്പോൾ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നെയ്യൊക്കെ ചേർത്ത് ഒരുപാട് ടൈം നമ്മൾ ഇളക്കി ഏകദേശം അതൊരു രൂപത്തിൽ നമ്മൾ എടുത്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടി കൂടി ആഡ് ചെയ്തു. ഒരു സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് നമ്മൾ അതിൻ്റെ അവസാന സ്റ്റേജിലോട്ടേക്ക് എത്തിയായിരുന്നു. അപ്പോൾ പഴം നല്ല പഴുത്തതായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പരന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് എന്ത് ചെയ്തു, പഴത്തിൻ്റെ ഈ ഒരു ബാറ്റർ നമ്മൾ അതിലോട്ടിട്ട് നന്നായിട്ട് പരത്തി വെച്ച് കൊടുത്തായിരുന്നു. ഒരു നെയ്യുള്ള സ്പൂൺ വെച്ച് പരത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷേപ്പിൽ കിട്ടും. അങ്ങനെ കുറച്ച് സമയത്ത് നമ്മളത് ചൂടാറാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അത് ചെറിയ പീസുകളാക്കി മുറിച്ചു. പഴം ഇത്തിരി പഴുപ്പ് കുറവായിരുന്നുണ്ടെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക.